ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താഴ്മയോടെ മറ്റുള്ളവരെ സേവിക്കുക. വിശുദ്ധ പൗലോസ് ലീഗ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം തിരുവചനം. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളേക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ദൈവത്തെ കൂടാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് തിരിച്ചറിയുന്നിടത്താണ് എളിമയെന്ന പുണ്യം ആരംഭിക്കുന്നത്. ദൈവത്തിനു മുമ്പിൽ താഴ്മയോടെ ജീവിക്കുവാൻ സാധിക്കുന്നവർക്ക് സഹോദരന്റെ മുന്നിലും താഴ്മയോടെ ജീവിക്കുവാൻ സാധിക്കും. തന്റെ മുന്നിലേക്ക് കടന്നു വന്ന രോഗിയെയും പാപിയെയും വിജാതീനെയും എല്ലാം ശ്രേഷ്ഠതയോടെ ശുശ്രൂഷിച്ച് അവരെ കരുതിയ ഒരു തമ്പുരാനാണ് നമ്മുടെ മാതൃക. ഫ്രാൻസിസ് മാർപ്പാപ്പ എളിമയെന്ന പുണ്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: ഹ്യൂമിലിറ്റി ഈസ് എവറിത്തിങ്. ഇറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് പീസ് ഇൻ ദ വേൾഡ് ആൻഡ് ഇൻ ദ ചർച്ച്. നോമ്പിന്റെ ചൈതന്യത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം, എളിമയെന്ന പുണ്യത്തിൽ വളരുവാൻ ദൈവമേ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ.